മാറഞ്ചേരിയുടെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ വളരെ സജീവമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ ചൂട് പിടിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാറഞ്ചേരി നമുക്കറിയാം 22 വാർഡുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ പ്രധാനപ്പെട്ട വാർഡുകൾ മാത്രം നമ്മളെടുത്ത് സംസാരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരികയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-ാം വാർഡിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരം ശക്തമായിട്ടുള്ള മത്സരമാണ്. കാരണം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ടൈമിൽ 2020 UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൈവിട്ടുപോയ ഒരു വാർഡാണ് നമ്മുടെ ബൽക്കീസ് ജയിച്ചു വന്ന വാർഡാണ്. അപ്പോൾ ആ വാർഡ് നിലനിർത്തുക എന്നുള്ള ഒരു രീതിയിലാണ് ലീഗ് LDF മത്സരിക്കുന്നത്. ഇപ്പം നിലവിൽ അത് പ്രസാദാണ് അവരുടെ LDFന്റെ സ്ഥാനാർത്ഥി. അതോടൊപ്പം ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ സ്ഥാനാർത്ഥി അബൂബക്കറാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഏറ്റവും പക്കായിട്ടുള്ള അവിടെ ഒരു സുപരിചിതന് എല്ലാ രീതിയിലും പൊതു രംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ആളിലൂടെ ആ വാർഡ് തിരിച്ചു പിടിക്കാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF കേന്ദ്രങ്ങൾ 1-ാം വാർഡിൽ ഇപ്പോൾ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും പ്രസാദ് ഇതുപോലെ DYFIയിലും മറ്റേ CPM-നകത്തും ഒക്കെ സംഘടനാപരമായിട്ടും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു മത്സരം ഒരു കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് സാധനം പോകുന്നുണ്ട്. അതാണ് അതിന്റെ വാർഡിന്റെ ഒരു അവസ്ഥ. അങ്ങനെയാണ് അത് നിൽക്കുന്നത്. പക്ഷെ 2 സ്ഥാനാർത്ഥികളും വളരെ ശക്തമായ മത്സരം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ വാർഡിനുണ്ട്. മുസ്ലിം ലീഗ് എന്ത് വില കൊടുത്തും അത് വാർഡ് തിരിച്ചു പിടിക്കാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. വളരെ ചെറിയ വോട്ടുകൾക്കാണ് അങ്ങനെയാണ് അത് സംഭവം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് 1-ാം വാർഡിനെ സംബന്ധിച്ചോളം. അപ്പൊ നമ്മൾ 2-ാം വാർഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സത്യത്തിൽ ഈ 2-ാം വാർഡിൽ UDFന് തുടക്കത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അതാണ് 2-ാം വാർഡിന്റെ കാരണം. UDF അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിനെ കാണാം. അങ്ങനെയാണ് എനിക്ക് അതിൽ മനസ്സിലായിട്ടുള്ളത്. കാരണം അതിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അയാൾക്ക് വേണ്ടി പോസ്റ്റർ അടിക്കുന്നു, പ്രചരണം നടത്തുന്നു, പിന്നീട് നോമിനേഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. വളരെ ഒരു പ്രതിസന്ധിയാണ് സാർ. ഇതിൽ ആരായാലും ഏത് മുന്നണിയായാലും LDF ആയാലും UDF ആയാലും NDA ആയാലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിങ്ങിലൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് അത് ഇനി എന്തായാലും ആ ഒരു വീഴ്ച അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച തുടക്കത്തിലെ UDFന് അവിടെ പാളിയിട്ടുണ്ട്. അവിടെ LDF സത്യത്തിൽ ആ ഒരു വാർഡ് പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവിടെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിനെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇപ്പോഴും പകരം വന്ന ആളും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് പൊതുരംഗത്തുള്ള അല്ലെങ്കിൽ DYFI നേതൃത്വ നിലയിലൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പൊ നിലവിൽ അവിടെ കാഞ്ഞിരമുക്ക് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള നൗഷാദ് ബത്തായാണ്. അപ്പൊ ആ ഒരു സാഹചര്യം അവിടെ രാഷ്ട്രീയ സാഹചര്യം സത്യത്തിൽ അത് ഒരു LDFന് ഒരു അനുകൂലമാകുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് UDFന്റെ ഒരു വീഴ്ചയാണ് മൊത്തത്തിൽ ആ ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഒരു മുളച്ചു നിൽക്കുന്ന ഒരു വിഷയം. പക്ഷെ എങ്കിൽ പോലും അത് മറികടക്കാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF 2-ാം ഘട്ടത്തിൽ ആ പ്രചരണം. ഇപ്പൊ 2-ാം ഘട്ടം 3-ാം ഘട്ടത്തിലേക്ക് അവരുടെ പ്രചരണം നീങ്ങി എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതിനെ മറികടന്ന് ഒരു വിജയിക്കാനാവുന്ന ഒരു സാധ്യതയാണ് എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ 3-ാം വാർഡ്, കാരണം നമ്മൾ അങ്ങനെയുള്ള ആ വാർഡുകളിലേക്ക് വരുമ്പോൾ 3-ാം വാർഡിൽ സത്യത്തില് പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ശക്തമായ പോരാട്ടമാണ് 3-ാം വാർഡ്. 3-ാം വാർഡില് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് 2-ാം വാർഡിലെ ഒരു ഭാഗവും അങ്ങനെ ബന്ധപ്പെട്ട് ഭയങ്കര അങ്ങും ഇങ്ങൊക്കെ ചില ഭാഗങ്ങൾ ഇതിലേക്ക് കൂടിച്ചേർക്കുന്നു, ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ 3-ാം വാർഡിൽ. അപ്പോൾ അവിടെ മത്സരിക്കുന്നത് നിലവിലെ സിറ്റിംഗ് മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ 2-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള റജുല ആലിമാണ്. നിലവിലെ
ഭരണസമിതിയിലെ മെമ്പറായിട്ടുള്ള മറ്റേ ഹിലർക്കയുടെ ഭാര്യ സാബിറ ഹിലർ, അവരാണെങ്കിൽ നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ രണ്ടുപേരും ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു പ്രത്യേകത രണ്ട് വനിതകളും ശക്തരുമാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ അവരുടെ ആ വാർഡിലുള്ളവർ പ്രിയങ്കരികളുമാണ് ഈ രണ്ടുപേരും. അപ്പൊ അത് ആ ഒരു സാഹചര്യത്തിൽ അവിടെ നല്ല തീപ്പാറും പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ. കാരണം UDF ആദ്യം ഒരു ഈസി വാക്ക് ഓവർ എന്നുള്ള അങ്ങനെ, കാരണം പിന്നീടാണ് ഈ സ്ഥാനാർത്ഥി വരുന്നത്. അത് അപ്പൊ ചിത്രം ഇതിൽ മാറുകയാണ്. അപ്പൊ ഇത് ശക്തമായിട്ടുള്ളൊരു മത്സരമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. UDF-നും ആ ഒരു രീതിയിൽ എന്തായാലും അങ്ങനെയുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അവിടെ കുറഞ്ഞ വോട്ടുകൾക്ക് BJP-യുടെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും LDF-ഉം UDF-ഉം നേരിട്ട് നടക്കുന്ന ഒരു മത്സരം തന്നെയാണ്. പിന്നെ നമ്മൾ 4ാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ ഇതുപോലെ നമ്മുടെ മറഞ്ചേരി പഞ്ചായത്തിലെ തന്നെ മുൻ മെമ്പറായിട്ടുള്ള അനീഫക്കയുടെ മകളാണ് UDF സ്ഥാനാർത്ഥി. LDF-ന് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഇവരും അവിടെയും മത്സരം പോലും നമ്മളിപ്പോ ഈ 3ാം വാർഡിൽ പറയുന്ന പോലെയുള്ള തീപ്പാറും പോരാട്ടമൊന്നും ആ രീതിയിലേക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെയാണ് അതിൽ ആ ഒരു വാർഡിലെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം.